BS അച്യുതാനന്ദൻ്റെ മകൻ BA അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു. കായംകുളമായിരുന്നു BA അരുൺകുമാർ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ എളുപ്പമുള്ള മണ്ഡലം എന്നാണ് CPM വിചാരിച്ചിരുന്നത്. പക്ഷേ BS അച്യുതാനന്ദന് ഒരുപാട് ഹൃദയബന്ധമുള്ള, ഒരുപാട് വൈകാരിക ബന്ധമുള്ള മലമ്പുഴയിൽ BA അരുൺകുമാർ സ്ഥാനാർത്ഥി ആകും. അക്കാര്യം ഉറപ്പിച്ചു. BA അരുൺകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്, പാർട്ടി ആവശ്യപ്പെട്ടാൽ അത് അനുസരിക്കുന്ന കുടുംബമാണ് തങ്ങളുടേത് എന്നാണ്. പാർട്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ തങ്ങൾ നിഷേധിക്കില്ല. BS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകുന്നത് നിഷേധിച്ചത് കുടുംബത്തിൻ്റെ തീരുമാനമാണ്, പാർട്ടിയുടെ തീരുമാനമല്ല. കുടുംബത്തിൻ്റെ തീരുമാനമായിരുന്നു അവിടെ പ്രാധാന്യം. അത് ഞങ്ങൾ അനുസരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പത്മവിഭൂഷൺ സ്വീകരിക്കുന്നില്ല. BS അച്യുതാനന്ദൻ്റെ കോട്ടയായ മലമ്പുഴയിൽ ഇത്തവണ UDF കളത്തിലിറക്കിയിരിക്കുന്നത് BS അച്യുതാനന്ദൻ്റെ വിശ്വസ്തനായ, BS അച്യുതാനന്ദൻ്റെ വലങ്കൈയായ A സുരേഷിനെയാണ്. CPMൽ ഏറെക്കാലം പ്രവർത്തിച്ച് പരിചയമുള്ള സുരേഷ് BS അച്യുതാനന്ദൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും നിയന്ത്രിച്ചിരുന്നത് A സുരേഷായിരുന്നു. A സുരേഷ് UDF സ്ഥാനാർത്ഥിയാകും എന്നത് ഉറപ്പായി. ഇന്ന് നടന്ന പുതുയുഗ യാത്രയിൽ A സുരേഷ് പങ്കെടുത്തു. താൻ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം അനൗദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മലമ്പുഴയിൽ C കൃഷ്ണകുമാറാണ് BJP സ്ഥാനാർത്ഥി. മലമ്പുഴ CPMന് എന്നും ഉറച്ച കോട്ടയാണ്. EK നായനാർ, T ശിവദാസ മേനോൻ, പിന്നീട് BS അച്യുതാനന്ദൻ എന്നിവരൊക്കെ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് മലമ്പുഴ. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ട എന്ന് വേണമെങ്കിൽ മലമ്പുഴയെ വിശേഷിപ്പിക്കാം. ആ ഉരുക്കുകോട്ടയിലാണ് BA അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുന്നത്. A സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടാകുന്ന ഡാമേജ് നികത്താനാണ് CPM BA അരുൺകുമാറിനെ അവിടെ ഇറക്കുന്നത്. അച്യുതാനന്ദൻ്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല, സഖാക്കൾക്കിടയിലും സുപരിചിതനാണ് BA അരുൺകുമാർ. ലാളിത്യമാർന്ന വ്യക്തിത്വം, വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം, ഇതൊക്കെ BA അരുൺകുമാറിൻ്റെ പ്രത്യേകതയാണ്. BA അരുൺകുമാർ മലമ്പുഴയിൽ മത്സരിക്കുമ്പോൾ എതിരാളിയായി എത്തുന്നത് A സുരേഷാണ് എന്നത് കാലത്തിൻ്റെ വിരോധ ആഭാസം. കാലം അങ്ങനെയാണ്, ചിലതൊക്കെ കരുതി വച്ചിരിക്കും. ഒരു കാലത്ത് BS അച്യുതാനന്ദന് വേണ്ടി ബലിയാടായ വ്യക്തിയായിരുന്നു A സുരേഷ് എന്നത് അദ്ദേഹത്തോടുള്ള അനുകമ്പ കൂട്ടുന്ന ഘടകമാണ്. BS അച്യുതാനന്ദൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മെമ്പർഷിപ്പ് തിരിച്ചു നൽകിയില്ല. ജീവിക്കാൻ വേണ്ടി അദ്ദേഹം ഗൾഫിൽ പോയി. ഒരു ഗതിയും പരഗതിയും നേടിയില്ല. തിരിച്ചു വന്നപ്പോൾ UDF അദ്ദേഹത്തെ ചാക്കിട്ട് പിടിച്ചു. UDFൻ്റെ സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM വളരെ ബുദ്ധിപരമായ തന്ത്രം മെനഞ്ഞത്. BA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് CPMൻ്റെ നയമായിരുന്നു. ആലപ്പുഴയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ, കായംകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ BA അരുൺകുമാറിനോട് CPM പറയുകയും ചെയ്തിരുന്നു. എന്നാൽ A സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ A സുരേഷ് ഉയർത്തിവിടുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിക്കാൻ BSൻ്റെ മകനെ തന്നെ ഇറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. അതാണ് CPMൻ്റെ പ്രത്യേകത. ഇപ്പോൾ എല്ലാം കൃത്യമായി CPM മുന്നോട്ട് കൊണ്ടുപോകുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം മലമ്പുഴ അവർക്ക് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്.
ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായ മലമ്പുഴയിൽ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയത് BJP ആണ്. BJP രണ്ടാം സ്ഥാനത്തെത്തുന്നതിനെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമായി CPM കാണുന്നു. വി അരുൺകുമാർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പലതും അദ്ദേഹം പറയാതെ പറഞ്ഞു. പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയുടെ തീരുമാനം തൻ്റെ കുടുംബം അംഗീകരിക്കും. BSന്റെ പത്മവിഭൂഷൺ നിരസിച്ചത് BSന്റെ കുടുംബത്തിന് പാർട്ടിയോടുള്ള കടപ്പാട് കൊണ്ടാണ് എന്നത് വ്യക്തം. പത്മവിഭൂഷൺ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ആ കുടുംബം. മോദി സർക്കാർ നൽകുന്ന പത്മവിഭൂഷൺ BSന്റെ കുടുംബം സ്വീകരിക്കുന്നത് തെറ്റായ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് വേണ്ട എന്ന് തീരുമാനിച്ചത് BSന്റെ കുടുംബം. അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കായംകുളമായിരുന്നു അരുൺകുമാറിന് CPM ഉദ്ദേശിച്ച മണ്ഡലം. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കലുഷിതമാണ്. കൂടുമാറ്റവും കൂട്ടുചേരലും ഒക്കെ നടക്കുന്നു. CPMലെ സഹയാത്രികർ പലരും NDAയിലേക്കും UDFിലേക്കും പോകുന്നു. റജി ലൂക്കോസിനെ പോലെയുള്ള CPM സഹയാത്രികർ അല്ലെങ്കിൽ CPMന്റെ നാവ് NDAയിലേക്ക് പോയതൊക്കെ CPMന് വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടികളൊക്കെ മറികടക്കാൻ അരുൺകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കും എന്നാണ് CPMന്റെ വിലയിരുത്തൽ. എന്തായാലും ഉറപ്പിച്ചു അരുൺകുമാർ മലമ്പുഴയിൽ.